ലില്ലി അവളുടെ റൂമിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ എന്തോ ആലോചിച്ചിരിക്കുമ്പോഴാണ് അവളുടെ അമ്മ ലില്ലി നിൻ്റെ ഒരു ഫ്രണ്ട് നിന്നെ കാണാൻ വന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ലില്ലി എൻ്റെ ഫ്രണ്ടോ എന്ന് ചോദിച്ച് നോക്കുമ്പോൾ അവൾ കാണാൻ എങ്ങനെയായിരുന്നു. നിങ്ങൾ ലില്ലിനെ കാണാൻ വന്നപ്പോൾ ലില്ലിക്ക് ഭയങ്കര സന്തോഷമായിട്ട് നിങ്ങളാണ് എന്നെ കാണാൻ വന്നിരിക്കുന്നത്, കയറി ഇരിക്കുകയെന്ന് പറഞ്ഞ് അവൾ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നുണ്ട്. അപ്പം നിങ് പറയാണ് ഞാൻ എന്നോട് പറഞ്ഞു നിനക്ക് തീരെ വയ്യാന്ന്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നത്. ഇപ്പം എങ്ങനെയുണ്ട് നിൻ്റെ വയ്യായൊക്കെ കുറവുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ലില്ലി പറയാണ് ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല, എൻ്റെ മാറിയിട്ടുണ്ട്, അത് അപ്പോഴത്തെ പ്രശ്നമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുമ്പോഴാണ് ലില്ലിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. നീ ഇട്ടേക്കുന്ന ആ ഷർട്ട് അത് ലാൻഡായിരുന്നു. അപ്പം തന്നെ ലില്ലി ഇങ്ങനോട് ചോദിക്കുന്നുണ്ട് ഇത് ലാൻഡ് ഷർട്ടല്ലേ, ഇത് നീ എന്താ ഇട്ടേക്കുന്നത്, എന്തിനാ നീ ഇത് എടുത്തിട്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങ ഭയങ്കര അത്ഭുതത്തോടുകൂടി തന്നെ ഇത് ലാൻഡ് ഷർട്ട് തന്നെയാണ്, ഇത് എന്തിനാണ് ഞാൻ ഇട്ടേന്ന് അത് ഞാൻ നിന്നോട് പറയേണ്ട ആവശ്യമുണ്ടോ, പിന്നെ അത് മാത്രമല്ല നിനക്കങ്ങനെ മനസ്സിലായത് ലാൻഡ് ഷർട്ടാന്ന് എന്ന് ചോദിച്ചപ്പോൾ ലില്ലി പറയാണ് അത് പിന്നെ കയ്യിലുള്ള ആ ബട്ടൺ അത് ഞാൻ ലാൻഡ് ഷർട്ടിൽ പിടിപ്പിച്ചു കൊടുത്ത് അതെൻ്റെ കമ്മലാ എന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ പറയാണ് അതൊക്കെ വിട്, ഞാൻ നിന്നോടൊരു കാര്യം പറയാം, നീ ലൈനായിട്ട് മുന്നോട്ട് പോകാൻ നോക്കണ്ട, നിങ്ങൾ പിരിയുന്നതാ നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലത് എന്ന് നിങ്ങൾ പറഞ്ഞ ആ ഒരു സെക്കൻഡിൽ തന്നെ ലില്ലി നിങ്ങളോട് ദേഷ്യപ്പെട്ടിട്ട് പറയാണ് എനിക്കറിയാം ഞാൻ ആരൊപ്പം നിൽക്കണ്ടെന്നൊക്കെ, അതെനിക്ക് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, പിന്നെ ലാൻ്റെ ചുറ്റും ആരൊക്കെ വന്നാലും എന്തൊക്കെ ചെയ്താലും എനിക്ക് ഒരു പേടിയില്ല, കാരണം എനിക്കറിയാം ലേക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, അതുമാത്രമല്ല ലേനെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് എന്ന് ഭയങ്കര കോൺഫിഡൻസോടുകൂടി ലില്ലി പറയുന്ന കേട്ടിട്ട് നിങ്ങൾ അവളെ തന്നെ നോക്കി എന്നിട്ട് പറയാണ് പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്, അവൻ്റെ ഷർട്ട് ഞാൻ ഇട്ടെന്ന് വെച്ചിട്ട്. ഞാൻ നിന്നോടൊരു കാര്യം പറയാം, ലാ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു ബിസിനസ് മാനാണ്. അപ്പോൾ അവൻ്റെ ചുറ്റും കുറേ ആൾക്കാരുണ്ടാവും, കുറേ വുമൻസ് ഉണ്ടാവും, കുറേ മെൻസ് ഉണ്ടാവും, അതൊന്നും നമുക്ക് കെയർ ചെയ്യണ്ട, എനിക്ക് അവനിലൊരു വിശ്വാസം ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കണം, പിന്നെ അവൻ്റെ നന്മകൾ മാത്രം കണ്ടിട്ട് നീ അവനെ സ്നേഹിക്കാൻ നിൽക്കണ്ട, കാരണം അത് നിൻ്റെ മുന്നിൽ മാത്രം കാണിക്കുന്നത്, അവൻ്റെ അതർ സൈഡും കൂടി നീ അറിയാൻ ശ്രമിക്കണം, അവനക്ക് വേറൊരു മുഖമുണ്ട്, അത് നീ അറിഞ്ഞാലേ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അപ്പോൾ ലില്ലിക്ക് എന്താ കാര്യം എന്ന് മനസ്സിലാവാതെ അവൾ അതർ സൈഡോ അവനക്ക് വേറൊരു മുഖം തിന്നാ എന്താ അവൾ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാവാതെ അങ്ങനെ കട്ടിലിൽ അതും ആലോചിച്ചിരിക്കുന്നു. സിയാറാനും അമ്മയും കൂടി ടേബിളിൽ ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് അമ്മ ലില്ലിനെ തോരാതെ ലില്ലി വായോ ഫുഡ് കഴിക്കി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേട്ടിട്ട് യാൻഫൈ വന്നിട്ട് അമ്മ ഇങ്ങനെ കിടന്ന് ഒച്ചെടുക്കണ്ട, അവൾക്ക് ഫുഡ് വേണ്ടാന്നാണ് പറയുന്നത്, അവളിനി വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ സിയാറ യാൻഫൈനെ നോക്കിയിട്ട് അവൾക്കെന്താ ഫുഡ് വേണ്ടാത്ത, അവളെല്ലാം ഇപ്പോൾ മറന്ന് ഓക്കെ ആയതല്ലേ, പിന്നെ അവളെന്താ ഈ ഫുഡ് വേണ്ടാന്നൊക്കെ പറയുന്നതെന്ന് ചോദിച്ച് സിയാറ ലില്ലിയുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ലില്ലിനോട് ചോദിക്കുകയാണ് നിനക്കെന്താ ഇപ്പോൾ ഫുഡ് വേണ്ടാന്ന് പറയാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ ലില്ലി പറയാണ് അതൊന്നുമില്ല, എനിക്കിപ്പോൾ വിശക്കണില്ല, എനിക്ക് ഭയങ്കര സാഡായിട്ടാണ് തോന്നുന്നത്, ഞാൻ ഭയങ്കര സങ്കടത്തിലാണ്, എന്നിപ്പോൾ വിളിക്കേണ്ട എന്ന് സങ്കടത്തോടുകൂടി ലില്ലി പറയുമ്പോൾ സിയാറാം ആദ്യമായിട്ട് ലില്ലിനോട് ലാൻ്റെ കാര്യം സംസാരിക്കാൻ പോവാണേ. അപ്പോൾ സിയാറാൻ പറയുന്നു ഞാനും അമ്മയും അച്ഛനും ഒക്കെ നിന്നോട് ഒരുപാട് പറഞ്ഞതാ അവനായിട്ടുള്ള ബന്ധം വേണ്ടാന്ന്, നിനക്കായിരുന്നില്ല വാശി അവനായിട്ട് വേണമെന്ന്, ഇപ്പം നീ അവൻ്റെ ഭാഗത്തുള്ള തെറ്റ് മനസ്സിലാക്കിയിട്ട് നീ അവനെ വേണ്ടാന്ന് വെച്ചിട്ട് നീ എല്ലാം മറന്നിരിക്കല്ലേ, ഇനിയിപ്പോൾ എന്നാ നിനക്ക് ഇത്ര സങ്കടം എന്ന് ചോദിക്കുമ്പോൾ ലില്ലി പറയാണ് ഞാൻ ലാനെ വിട്ടിട്ട് അവിടെ നിന്ന് വന്നിട്ടുള്ളൂ, ലാൻ്റെ അടുത്തുനിന്ന് മാത്രമേ ഞാൻ മാറി നിൽക്കുന്നത്, ഇതുവരെ എനിക്ക് ലാനെ മറക്കാൻ പറ്റിയിട്ടില്ല, എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്, ഒന്ന് ആലോചിച്ചാൽ എൻ്റെ ഭാഗത്തും തെറ്റില്ല, ഇപ്പം നിങ്ങൾ ലാനായിട്ട് കൂടുതൽ അടുക്കുമ്പോൾ എനിക്ക് എന്തോരം കുശുമ്പ് വന്നായിരുന്നു, എനിക്കത് ഇഷ്ടമല്ലായിരുന്നു അവർ രണ്ടുപേരും അടുക്കുന്നത്, ഞാൻ അവർ രണ്ടുപേരും പിരിയാൻ വേണ്ടി ഒരുപാട് ചെയ്തിട്ടുണ്ട്, അത് തന്നെയല്ല ഇപ്പോൾ ലൈൻ ചെയ്തത്, ലാക്ക് ഞാൻ ചിങ്ങിയാനോടായിട്ട് മിണ്ടണ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല അവനിങ്ങനെയൊക്കെ ചെയ്തേ എന്ന് പറയുമ്പോൾ സിയാറാൻ ലില്ലിനോട് ദേഷ്യപ്പെട്ടിട്ട് പറയാണ് നീ ഇപ്പോഴും ഇത്രയൊക്കെ ചെയ്തിട്ട് നീ എന്താണ് ലാക്ക് വേണ്ടി സംസാരിക്കുന്നത്, നീ ശരിക്കും ഒരു സില്ലി കേളാ, ഒരു മണ്ടി പെണ്ണ, അങ്ങനെ വെറുതെ അവനക്ക് വേണ്ടി സംസാരിക്കാതെ ഒന്നില്ലെങ്കിൽ നീ അവനായിട്ടെല്ലാം സംസാരിച്ച് തീർക്കണം, അല്ലെങ്കിൽ നീ അതൊക്കെ മറന്നിരിക്കണം എന്ന് പറയുമ്പോൾ ലില്ലി എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് സിയാറാൻ്റെ മുന്നിൽ വെച്ച് പൊട്ടിക്കരയാണ്. അപ്പോൾ സിയാറാൻ കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ടേ, ഓക്കെ നീ വിഷമിക്കേണ്ട, നിൻ്റെ ടൈം എടുത്തിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞ് ലില്ലിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ലില്ലിയാണെന്ന് വെച്ചാൽ പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചിങ്ങാൻ കാറിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവനൊരു പെൻഡ്രൈവ് എടുത്ത് നോക്കുന്നുണ്ട്. ആ പെൻഡ്രൈവിൽ നോക്കിയിട്ട് അവൻ പറയാണ് ലില്ലി നീയാ എന്നെ കൊണ്ട് ഇപ്പോൾ ഇത് ചെയ്യിക്കുന്നത്, എനിക്ക് ഇനി ഇതല്ലാതെ വേറെ വഴിയില്ല എന്ന് പറയുന്നു. അപ്പോൾ ചിങ്ങാൻ എന്തോ വേറെ കുരുട്ട് ബുദ്ധി ആലോചിച്ച് വെച്ചിട്ടുണ്ടേ. ലാൻ്റെ പനിയൊക്കെ മാറിയില്ല ലെമൺ കമ്പനി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ കോഫി കുടിക്കാനായിട്ട് ലില്ലി അവനക്ക് പ്രസൻ്റ് ആയി കൊടുത്ത ആ കപ്പില്ലേ അതിലാണ് കോഫി കുടിക്കുന്നത്. അപ്പോഴാണ് ലില്ലിയുടെ കാര്യം അവൾക്ക് വീണ്ടും ഓർമ്മയിലേക്ക് വരുന്നത്. പിന്നെ ബൈസിയാറാൻ പറഞ്ഞില്ലേ കമ്പനിയുടെ കാര്യത്തിൽ ഇൻവോൾവ് ആവണം, നീ നിന്നെ തന്നെ നശിപ്പിക്കരുത് ഒരു കാര്യത്തിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെ ആലോചിച്ചിരിക്കലേ അവനക്ക് പെട്ടെന്ന് എന്തോ ഓർമ്മ വന്ന മട്ടിൽ അവൻ ആ കപ്പ് വെച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അപ്പോൾ ജാൻ വന്നിട്ട് അവൻ്റെ ബ്രദറായ ലാനോട് പറയാണ് നീ ഇപ്പം എങ്ങോട്ടാ പോകണ്ട, നീ വിഷമിക്കൊന്നും വേണ്ട,
നീ എൻ്റെ ബ്രദറാ, നീ എപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കണം. ഒരു സ്ട്രോങ് പേഴ്സൺ എന്ത് വന്നാലും ഒട്ടും തകരാനേ പാടില്ല. വാ നമുക്കൊന്ന് ഒന്നിച്ച് പോയി കുടിക്കാമെന്ന് പറഞ്ഞ് എന്നെ വിളിക്കുന്നുണ്ടെങ്കിലും എല്ലാം പറയാണ് ഇല്ല എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ടൊരു കാര്യത്തിന് പോകണമെന്ന് പറയുമ്പോൾ ഞാൻ പറയണം അത്യാവശ്യമൊക്കെ പിന്നെ ഇന്ന് നീ ഇപ്പം നന്നായി കുടിച്ച് നാളെ നേരം വെളുക്കുമ്പോൾ എല്ലാം മറന്നോളും, പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ലില്ലി അവൾ എന്നായാലും നിൻ്റെ അടുത്തേക്ക് തന്നെ വരും, അതിനൊട്ടും സമയമൊന്നും വേണ്ടാന്ന് പറയുമ്പോൾ പറയാണ് ലില്ലിനെ എനിക്ക് ഇന്ന് തന്നെ വേണം, ഞാനിപ്പോൾ തന്നെ അവളെ എൻ്റെ ആക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ഞാനാണെന്ന് വെച്ചാൽ ഒന്നും മനസ്സിലാവാതെ എന്തൊക്കെ പാട്ടും പാടി അവിടെ നിൽക്കുന്നുണ്ട്. എവിടെയൊക്കെ നേരെ പോണേന്ന് വെച്ചാൽ ലില്ലിയുടെ വീട്ടിൽ തന്നെയായിരുന്നു. അവൻ ആ ബെഞ്ചിൽ വീണ്ടും സീറ്റ് പിടിച്ചിട്ട് ലില്ലിനെ വെയിറ്റ് ചെയ്തുകൊണ്ട് പുറത്തിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പതിവ് പോലെ ഹോളിലെ കർട്ടനൊക്കെ നീക്കി നോക്കുമ്പോഴാണ് അവിടെ ഇരിക്കുന്നത് കാണുന്നത്. അച്ഛൻ പതുക്കെ ചിരിച്ച് അവിടെ അടുത്ത് വന്നിട്ട് സ്വകാര്യമായിട്ട് പറയാണ് ദേ അച്ഛൻ ഇപ്പോഴും അവിടെ വന്നിരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ലില്ലി മുകളിൽ നിന്ന് ഒരു ഗ്ലാസ് പിടിച്ച് താഴേക്ക് വരുന്നത് അച്ഛൻ കാണുന്നുണ്ട്. അച്ഛൻ ലില്ലി കേൾക്കാനായിട്ട് പറയാണ് ഓ ആ ചെക്കന് എല്ലാ ദിവസവും ഇങ്ങനെ വന്ന് ഇരിക്കുകയാണെങ്കിൽ അവൻ്റെ ബോഡിയൊക്കെ ആകെ വീക്കാവുമല്ലോ, അവൻ വയ്യായി വരും എന്തായാലും എന്ന് പറയുമ്പോൾ ലില്ലി അവിടേക്ക് ശ്രദ്ധിച്ചിട്ട് ആകെ ടെൻഷൻ അടിച്ചിട്ട് പോകാം. അപ്പോൾ അമ്മ ലില്ലിനോട് പറയണം നീ ഇപ്പം എങ്ങോട്ടാ പോകുന്ന ഈ രാത്രി എന്ന് ഞാൻ പോകാമെന്ന് ചോദിക്കുമ്പോൾ ലില്ലി പറയണം ഞാൻ ഒന്നിനും വന്നതല്ല, ഞാൻ വെള്ളം കുടിക്കാൻ വന്നതാന്ന് പറഞ്ഞ് ലില്ലി പതുങ്ങി പോയി ആ ജനലിൻ്റെ അടുത്ത് നിന്നായിരുന്നു ആ വെള്ളം വെച്ചിരുന്നത്. അവളിങ്ങനെ വെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിലും നോക്കുന്നത് മുഴുവൻ പുറത്തൊക്കെയായിരുന്നു. അപ്പോൾ അവിടെ ഇരിക്കുന്നത് ലില്ലി കാണുന്നുണ്ട്. അപ്പോൾ അമ്മയും അച്ഛനും ഇവളുടെ പാട് കണ്ടിട്ട് ചിരി വന്നിട്ടിരിക്കുകയാണ്. ഇവളിങ്ങനെ എത്തിച്ച് നോക്കുന്നത് കണ്ടിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ലില്ലി ഇപ്പോഴെങ്കിലും പുറത്തേക്ക് വരുന്നുള്ള വിശ്വാസത്തിൽ അവിടെ നിൽക്കുന്നു. ഇങ്ങനെ കണ്ണിമ്മ വെട്ടാതെ ലേനെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് അച്ഛനൊന്ന് ചുമയ്ക്കുന്നുണ്ട് ലില്ലിനെ ആ സ്വപ്നത്തിൽ നിന്ന് ഉണർത്താനായിട്ട്. അപ്പോൾ ലില്ലി വേഗം ജനലിൻ്റെ അടുത്ത് നിന്ന് മുന്നോട്ട് വന്നിട്ട് പമ്മി നിൽക്കുന്നത് കണ്ടിട്ട് അമ്മ പറയാണ് ചെല്ലി പോയി സംസാരിക്കുക എന്താണെന്ന് വെച്ചാൽ പറയുമ്പോൾ ലില്ലി പറയാണ് ഞാൻ നിന്നോട് സംസാരിക്കണേ, ഞാനൊന്നും സംസാരിക്കുന്നില്ല, ഞാൻ അവനെ കാണാനും പോകുന്നില്ല മിണ്ടാനും പോകുന്നില്ല. പക്ഷേ ഈ വേസ്റ്റ് ഇവിടെ ഇങ്ങനെ വെക്കണ ശരിയാണോ, ഈ വേസ്റ്റൊക്കെ എടുത്ത് കളയണ്ടായിരുന്നു. അവൾ ഫുഡ് വേസ്റ്റൊക്കെ ഇടുന്ന ഒരു ബാസ്ക്കറ്റിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവളുടെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഫുഡ് വേസ്റ്റ് ഇടുന്ന പോലെ പുറത്തേക്ക് പോയിട്ട് ലൈനെ കാണാനായിരുന്നു. ഈ ഫുഡ് വേസ്റ്റ് ഒന്നും കളയാതെ ഇങ്ങനെ വെച്ചാൽ എങ്ങനെ ശരിയാവാ, ശരി ഞാൻ കൊണ്ട് കളഞ്ഞോളാം എന്ന് പറഞ്ഞ് ലില്ലി ആ ഫുഡ് വേസ്റ്റ് എടുത്ത് കൈ പിടിക്കുമ്പോൾ അച്ഛൻ പറയാണ് അത് കളയേണ്ട ആവശ്യമൊന്നുമില്ല, അത് ഞാൻ ആദ്യമേ കളഞ്ഞു, അതിലിപ്പോൾ ഒന്നുമില്ല, കവർ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ലില്ലി പറയാണ് കവറായാലും കളയണ്ടേ എന്ന് പറഞ്ഞിട്ട് ലില്ലി അതും കൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. അമ്മയും അച്ഛനും അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അപ്പോൾ ലില്ലി ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ തന്നെ അവളെ എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണേ. അപ്പോൾ ലില്ലി ഞാൻ ഈ വേസ്റ്റ് കളയാൻ വന്നതാന്ന് അവളോട് തന്നെ പറഞ്ഞിട്ട് എൻ്റെ സൈഡിൽ കൂടെ പോകാൻ നോക്കുമ്പോൾ അവളുടെ കൈ പിടിച്ച് വലിച്ചിട്ട് ലില്ലി ഒരു നിമിഷം ഞാൻ പറയണമെന്ന് കേൾക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ലില്ലി അതൊന്നും പറ്റില്ല, എന്നെ കൈവിട്, നീ എന്നെ തൊടൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കല്ലേ. അവൻ്റെ പോക്കറ്റിൽ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തിട്ട് ലില്ലിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയണം നീ ഇതൊന്ന് നോക്ക്, ഞാൻ പറയുന്നൊന്നും ഒരു വട്ടം കേട്ടാൽ മതി എന്ന് പറയുമ്പോൾ ലില്ലി ആ ഫോട്ടോസ് വാങ്ങി കയ്യിൽ വെച്ചിട്ട് അവളുടെ കയ്യിലുള്ള വേസ്റ്റ് നിലത്ത് വെക്കുന്നുണ്ട്. ആ ചെങ്ങാനും ലില്ലിയും ഒന്നിച്ചുള്ളപ്പോഴുള്ള ഫോട്ടോസ് ആയിരുന്നു. അത് നോക്കിയിട്ട് ലില്ലി പറയാണ് നീ അപ്പം എൻ്റെ പിന്നാലെ ഞാൻ പോണോടത്തൊക്കെ വന്നായിരുന്നു, നിനക്ക് എന്നെ സംശയമായോണ്ടാണോ നീ എന്നെ ഇങ്ങനെ പിന്നാലെ നടന്നിരുന്നതെന്നൊക്കെ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ പറയാണ് എനിക്ക് ഒരിക്കലും നിന്നെ സംശയമായിട്ടില്ല ഞാൻ പിന്നാലെ വന്നേ, ചെറുപ്പം മുതലേ ചിങ്ങാൻ എൻ്റെ അടുത്ത് നിന്നെ എപ്പോഴും അകത്തി നിർത്തിയിട്ടുള്ളൂ, ഇപ്പം വലുതായപ്പോഴും അങ്ങനെ തന്നെ. അതുകൊണ്ടാണ് ചിങ്ങാൻ ഇപ്പം നിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ എനിക്കിതൊരു കുശുമ്പായി പോയെ, അതുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്തത്. പിന്നെ അത് മാത്രമല്ല ചിങ്ങാൻ്റെ ബിഹേവിയർ പിന്നെ മാറുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. നീ ആ ഫോട്ടോ നോക്കി വേറെ എന്തോ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നിൻ്റെ ഒപ്പം കൂടുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ നിൻ്റെ കൂടെ നീ എവിടെ പോകുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യണ്ടെങ്കിലും ഞാനത് നിരീക്ഷിച്ചുകൊണ്ടിരുന്നത് എന്ന് പറയുന്നു. അത് കേട്ടിട്ട് ലില്ലി ആ ഫോട്ടോയിലേക്ക് നോക്കുകയാണ്. എന്നിട്ടൊരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. ചിങ്ങാനും ലില്ലിയും കൂടി ഏതോ ഒരു റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ ലില്ലി പെട്ടെന്ന് ഉറങ്ങിപ്പോകുന്നുണ്ട്. അപ്പോൾ ലില്ലിയുടെ ഫോൺ എടുത്തിട്ട് ചിങ്ങാൻ അവളുടെ ഫിംഗർ പ്രിൻ്റൊക്കെ വെച്ച് അത് ഓപ്പൺ ചെയ്തിട്ട് ലെമൺ കമ്പനിയുടെ സീക്രറ്റ്സൊക്കെ അവൻ്റെ ഫോണിലേക്ക് ആക്കുന്നുണ്ട്. ഇതെല്ലാം ഫോട്ടോ എടുത്ത് വെച്ചിരുന്നേ. പോരാണ്ടില്ല പറയാണ് അന്നൊരു ദിവസം ചിങ്ങാൻ ഒറ്റയ്ക്ക് നിൻ്റെ വീട്ടിലേക്ക് വന്നില്ലേ, അതെന്തായിരുന്നു നിനക്ക് ഓർമ്മ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ലില്ലി പറയാണ് അത് ആക്സിഡൻ്റലി അച്ഛൻ്റെ അമ്മയുടെ മേത്ത് ചിങ്ങാൻ വണ്ടി മുട്ടിച്ചപ്പോൾ അമ്മയും അച്ഛനും കൂടി നിർബന്ധിച്ചല്ല അവൻ അങ്ങോട്ട് കൊണ്ടുപോയ വീട്ടിൽ കൊണ്ടുപോയെന്നൊക്കെ പറയുമ്പോൾ പറയാണ് അത് ശരിക്കും അങ്ങനെ ആയിരുന്നില്ല, അവൻ കുറേ മണിക്കൂറോളായി ആ വഴി തന്നെ നിന്റെ അച്ഛനും അമ്മയും വരുന്നത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് ലില്ലിക്ക് വേറൊരു ഫോട്ടോസ് കാട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പം ലില്ലി ചോദിക്കുകയാണ് പക്ഷേ ഇതൊന്നും നീ എന്താ എന്നോട് ആദ്യമേ പറയാഞ്ഞേ, പിന്നെ അത് മാത്രമല്ല ഈ ഫോട്ടോ ഒന്നും തെളിയിക്കുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ മനസ്സിലായി നിനക്ക് അങ്ങനെ തന്നെയാണെന്ന് എന്ന് ചോദിക്കുമ്പോൾ പറയാണ് ഞാൻ ആദ്യമേ ഒരു തെളിവില്ലാണ്ട് നിൻ്റെ അടുത്ത് വന്ന് ഇത് പറഞ്ഞിരുന്നെങ്കിൽ നീ വിശ്വസിക്കുകയായിരുന്നോ. അപ്പം ലില്ലി ഒന്നും വേണ്ടാതെ തല കുനിച്ച് നിൽക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ തെളിവുണ്ടാക്കാൻ നോക്കിയത്. പിന്നെ എനിക്ക് മാത്രമല്ല ഈ സൂചനകൾ കിട്ടിയത്. ബൈസിയറാമ് ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ അവളുടെ ഫയൽസൊക്കെ മടങ്ങിയിരിക്കുന്നത് കണ്ടു. അവളല്ലാണ്ട് വേറെ ആരും അത് പെരുമാറിയിട്ടുണ്ടെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് അവൾ വേറൊരു ബഡ്ജറ്റും കൂടി പ്രിപ്പയർ ചെയ്തുകൊണ്ട് ലെമൺ കമ്പനിക്ക് വലിയ ലോസ് ഒന്നും ഉണ്ടായിരുന്നില്ല.
അന്ന് ചിങ്ങാൻ ഒറ്റയ്ക്ക് വീട്ടിൽ വന്ന ദിവസം സിയാറാൻ്റെ വീട്ടിൽ കയറി ഫയൽസൊക്കെ നോക്കി കമ്പനിയുടെ കസിൻ ബഡ്ജറ്റൊക്കെ നോക്കി അവൻ്റെ ഫോണിൽ ഫോട്ടോ എടുത്തിരുന്നില്ലേ. അപ്പോൾ അവന് അമ്മ വിളിച്ചപ്പോൾ പെട്ടെന്ന് അവിടേക്ക് പോകേണ്ട ധൃതിയിൽ അത് മടക്കി വെച്ചപ്പോൾ പേപ്പേഴ്സ് എല്ലാം കൂടി മടങ്ങിയിരുന്നു പോയി. അത് കണ്ടിട്ടാണ് സിയാറാമിന് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ലില്ലി എന്നോട് സോറിയൊക്കെ പറഞ്ഞ് ഞാൻ ഇനി ഒരിക്കലും നിന്നായിട്ട് വിട്ടുപോയില്ല, നീ ഒരിക്കലും എന്നോട് നുണ പറയാൻ നിൽക്കരുത്, തന്നെ ഇഷ്ടപ്പെട്ടാൽ മതി, നീ വേറെ ആരെയും ഇഷ്ടപ്പെടണ്ട, പിന്നെ എന്നെ സംശയിക്കരുതെന്ന് എന്നോട് പറയുന്നു. അതല്ലേ 3 പേരിലും പൊക്കി കാട്ടിയിട്ട് ഇല്ല ഞാനിതൊന്നും നീ ചെയ്യില്ല, നിനക്ക് ഇഷ്ടപ്പെട്ട ആളായിട്ട് ഞാൻ ജീവിച്ചോളാം സത്യമായിട്ടെന്ന് പറഞ്ഞ് ലില്ലിക്ക് വാക്ക് കൊടുക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവിടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. പിറ്റേ ദിവസം ഭയങ്കര സന്തോഷത്തിൽ ലില്ലി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ലാൻ്റെ ഒപ്പം റെസ്റ്റോറൻറ്റിൽ പോകാനായിരുന്നു, ഫുഡ് കഴിക്കാൻ അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ലില്ലിക്ക് ഏത് ഡ്രസ്സ് ഇടണം ഏത് ബാഗ് ഇടണം എന്ന് വേറെ കൺഫ്യൂഷനായിരുന്നു, കാരണം ലാൻ്റെ ഒപ്പം പോകുന്നതുകൊണ്ട്. അപ്പോൾ യാൻഫൈ വന്നിട്ട് അവളുടെ മുഖം തെളിഞ്ഞ് നോക്കിയാലോ ഒന്ന് ഏഞ്ചൽ ലാനോട് സംസാരിച്ചപ്പോഴത്തേക്ക് മുഖം ചോന്ന് തൊടുത്തത് വേണ്ട കള്ളി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പറയണം അതുകൊണ്ടൊന്നുമല്ല, ലേ വന്നിട്ട് ഇന്നലെ എന്നോട് കുറേ കെഞ്ചി അവൻ്റെ ഒപ്പം ലഞ്ച് കഴിക്കാൻ വരാൻ പറഞ്ഞു, അതോടെ ഞാൻ പോണേ പാവല്ലേന്ന് വെച്ചിട്ട്, അല്ലാണ്ട് വേറെ ഒന്നല്ലാന്ന് പറഞ്ഞിട്ട് ടൈം വൈകി ഞാൻ പോവാ, പിന്നെ എൻ്റെ ഡ്രസ്സ് അവിടെ പരന്ന് നടക്കണമൊക്കെ ഒന്ന് എടുത്ത് വെച്ചോട്ടാന്ന് പറഞ്ഞിട്ട് ലില്ലി അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അപ്പോൾ യാൻഫൈ അവളുടെ റൂമിലേക്ക് നോക്കുമ്പോൾ എല്ലാ ഡ്രസ്സും അവിടെ ഇവിടെയും പരത്തിയിട്ടേക്കാണ്. കാരണം ഇവളിപ്പിട്ടേക്കുന്ന ആ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി അവൾ 50,000 ഡ്രസ്സ് എടുത്ത് പുറത്തിട്ടിരുന്നു. അപ്പോൾ യാൻഫൈ നീയും കണക്കാ നിൻ്റെ സിസ്റ്ററും കണക്കാ, രണ്ടുപേരും അല്ലാതെ അവിടെ ഇവിടെയും പരത്തിയിട്ടോളും, എന്നിട്ട് ക്ലീൻ ചെയ്യാൻ ഞാനെന്ന് പറഞ്ഞ് അതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ലില്ലി ഭയങ്കര സന്തോഷത്തോടുകൂടി താഴെ പോകുമ്പോഴാണ് ചിങ്ങാൻ അവിടെ വന്ന് നിൽക്കുന്നത് കാണുന്നത്. ചിങ്ങാനെ കാണുമ്പോൾ തന്നെ ലില്ലി മൈൻഡ് ചെയ്യാതെ പോകുന്നുണ്ടെങ്കിലും ചിങ്ങാൻ അവളെ വിളിച്ചതിനെ തുടർന്ന് ലില്ലിനെ വിളിച്ചതിനെ തുടർന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്നിട്ട് ലില്ലി ചിങ്ങാനോട് ചോദിക്കുകയാണ് നീ എന്താ ഇവിടെ, എനിക്കെല്ലാം മനസ്സിലായി, നീ ഇനിയിപ്പോൾ ഒന്നും പറയണമെന്നൊന്നുമില്ല, ഇവിടെ നിന്ന് പോയാൽ മതി എന്ന് പറയുന്നു. അത് കേട്ടിട്ട് ചിങ്ങാൻ ലില്ലിയുടെ കൈയെ പിടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ലില്ലി നീ എന്നെ തൊടുന്ന വരെ എനിക്ക് ഇഷ്ടമല്ല, അത് കഴിഞ്ഞു, ഇനി എന്നെ കാണാനും വരരുത് ഒന്നിനും വരരുതെന്ന് പറഞ്ഞാൽ ലില്ലി അവിടെ നിന്ന് പോകാൻ പോകുന്നു. ചിങ്ങാൻ പറയാണ് ഞാനിനി നിന്നെ ശല്യപ്പെടുത്താനൊന്നും വരുന്നില്ല, ഞാൻ ഓസ്ട്രേലിയക്ക് പോകാൻ എൻ്റെ ഒപ്പം വരണമെന്ന് പറയുന്നു. അത് കേട്ടിട്ട് ലില്ലി ഞാനെന്തിനാണ് നിൻ്റെ ഒപ്പം വരുന്നത്, എൻ്റെ ഫാമിലിയും ഫ്രണ്ട്സും പിന്നെ ലേയും എല്ലാവരും ഇവിടെ തന്നെ, പിന്നെ ഞാനെന്തിനാ ഇങ്ങോട്ട് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ചിങ്ങാൻ പറയാണ് അവർക്ക് വേണ്ടി തന്നെ ഞാൻ നിന്നോട് വരാൻ പറയുന്നത്. അത് കേട്ടിട്ട് ലില്ലി സംശയത്തോടുകൂടി ചിങ്ങാനോട് എന്താ നീ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ചിങ്ങാൻ അവൻ്റെ ഫോണിൽ ഒരു വീഡിയോ ലില്ലിക്ക് കാട്ടിക്കൊടുക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം ഞാൻ ലില്ലിനെ മിസ് ചെയ്തിട്ട് ലാൻ്റെ വീട്ടിൽ ലില്ലിനെ കാണാനായിട്ട് സാം വന്നില്ലേ, അന്ന് സാം പറയുന്നുണ്ട് ലില്ലിയും സിയാറാമും ആൾ മാറി കളിക്കായിരുന്നു, പബ്ലിക്കിനെ പറ്റിക്കായിരുന്നു, ലെമൺ കമ്പനിയുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഞാനിത് ആരോടും പറയില്ല എന്നൊക്കെ സാം പറഞ്ഞിരുന്നില്ലേ, അതൊക്കെ റെക്കോർഡായിരുന്നു. അത് കാട്ടിയിട്ടാണ് ലില്ലിനെ ചിങ്ങാനിപ്പോൾ ഭീഷണിപ്പെടുത്തുന്നത്. ചിങ്ങാൻ പറയാണ് ഇത് ഞാൻ പബ്ലിക്കിലേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ നിൻ്റെ ചേച്ചിയുടെ ഭാവിയും ലേൻ്റെ ഭാവിയും എല്ലാം നശിക്കും, അതുകൊണ്ട് നാളെ 2 മണിക്ക് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, നീ വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ട് ചിങ്ങാൻ അവിടെ നിന്ന് പോകുന്നു. ലില്ലി ആണെങ്കിൽ സങ്കടപ്പെട്ട് നിൽക്കുന്നു. നാളെ ഉച്ച ടൈമിൽ ചിങ്ങാൻ ഓസ്ട്രേലിയക്ക് വരുമ്പോൾ ലില്ലിയും കൂടെ വരണമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. 2 മണിക്കാണ് അവൻ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ ടൈം പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതൊക്കെ ആലോചിച്ച് ലില്ലി ടെൻഷൻ അടിച്ച് ലാൻ്റെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ അവളെ അങ്ങനെ ലില്ലിക്ക് ഫുഡൊക്കെ ഇങ്ങനെ മുറിച്ച് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുമ്പോൾ ആ റെസ്റ്റോറൻറ്റിനെ കുറിച്ചും ഫുഡിനെ കുറിച്ചൊക്കെ പുകഴ്ത്തി പറയുന്നുണ്ടെങ്കിലും ലില്ലി അതൊന്നും കേൾക്കാതെ അവൾ വേറെ ഏതോ ഒരു ലോകത്ത് വേറെ മൈൻഡിലായിരുന്നു. അപ്പോൾ ലില്ലി പെട്ടെന്ന് ലാനോട് നീ എന്താ പറഞ്ഞേ, ഞാൻ ഇപ്പോൾ ഒന്നും കേട്ടില്ല, ഒന്നും കൂടി പറയുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാണ് ഇന്ന് മുഴുവൻ ഞാൻ ഫ്രീയാണ്, ഇന്ന് എനിക്ക് ഒരു അറേഞ്ച്മെൻറ്റ്സും ഇല്ല തിരക്കുമില്ല, അപ്പോൾ നിനക്ക് എവിടേക്ക് പോകണമെന്നുണ്ടെങ്കിലും നീ പറഞ്ഞാൽ മതി, നമുക്ക് രണ്ടുപേർക്ക് ഒന്നിച്ച് പോകാമെന്ന് പറയുന്നു. അത് കേട്ടിട്ട് ലില്ലിക്ക് ആകെ സങ്കടം ഉണ്ടെങ്കിൽ പോലും അവൾ പറയാണ് ഇത് നമ്മൾ കാണുന്ന അവസാനത്തെ മീറ്റ് ആയിരിക്കണം, ഇനി എനിക്ക് നിനക്ക് കാണാൻ താല്പര്യമില്ല, നമ്മ ഇനി കാണാനും പാടില്ല എന്ന് പറയുമ്പോൾ ആകെ ആശ്ചര്യപ്പെട്ട് ലില്ലിനെ തന്നെ നോക്കി നിൽക്കുന്നു. ലില്ലി നീ എന്താ അങ്ങനെ പറയുന്നത്, നിനക്കിതൊന്നും മറക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ എന്നല്ലേ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ലില്ലി പറയാണ് നീ ഇനിയിപ്പോൾ ഒന്നും പറയണമെന്നില്ല, എനിക്ക് നീ ചെയ്തതൊന്നും മറക്കാനും പറ്റില്ല, നിന്നോട് പുറത്തു തരാനും പറ്റില്ല, ദയവേത് എന്നെ വിട്ടേക്ക്, ഇനി എന്നെ കാണാൻ വരരുത്, നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാം, ഞാൻ ഇതിനെക്കുറിച്ച് കുറേ ആലോചിച്ചു എന്നിട്ട് ഞാൻ ഈ തീരുമാനം എടുത്തേക്കണം, ദയവേത് എന്നെ വിട്ടേക്കെന്ന് പറഞ്ഞ് ലില്ലി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ നോക്കുന്നു. അപ്പോൾ ലില്ലിയുടെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് ലില്ലി എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, പോവല്ലേ എന്ന് പറഞ്ഞ് കൈ കയറി പിടിക്കുമ്പോൾ ലില്ലി എന്നെ വിടില്ലേ പ്ലീസ്, ഇനി എന്നെ ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് വിഷമത്തോടുകൂടി ഓടിപ്പോകുമ്പോൾ ലില്ലിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവൻ്റെ കണ്ണൊക്കെ ആകെ നിറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സങ്കടം വന്നിരുന്നു. അങ്ങനെ ലില്ലി നാളെ ചിങ്ങാൻ്റെ ഒപ്പം ഓസ്ട്രേലിയക്ക് പോകാൻ വേണ്ടി അവളുടെ പെട്ടിയൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളുടെ ഡ്രസ്സൊക്കെ അങ്ങനെ മടക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ബൈസിയോറാം അങ്ങോട്ട് വരുന്നത്. ബൈസിയോറാം വന്നിട്ട്
എന്നിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നാളെ ഞാൻ ഇവിടെ ഉണ്ടാവില്ല, എനിക്ക് അത്യാവശ്യമായിട്ട് കമ്പനി പോകേണ്ട കാര്യമുണ്ട്, നീ അമ്മനെയും അച്ഛനെയും കൊണ്ട് ഒന്ന് പുറത്ത് പോകണം, അവർക്കെന്തോ ടെസ്റ്റ് ഉണ്ട്, എൻ്റെ കാർ എടുത്തോ എന്ന് പറഞ്ഞാണ് ബൈസിയറാം അകത്തേക്ക് കയറി വരുന്നത്. അത് കേട്ടിട്ട് ലില്ലി പറയാണ്, ഞാൻ നാളെ ഇവിടെ ഉണ്ടാവില്ല, എനിക്ക് 2 മണിക്ക് ഒരിടത്ത് പോകാനുണ്ട്, ഞാൻ പോവാണ്, ഞാൻ ഓസ്ട്രേലിയ പോവാന്ന് പറയുന്നു. ഓസ്ട്രേലിയയിലോ? നീ എന്തിനാ അങ്ങനെ പോകണം, നീ ഇപ്പം എന്തിനാ പെട്ടിയൊക്കെ പാക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ലില്ലി പറയാണ്, എനിക്ക് ഇവിടെ നിന്നിട്ട് ഒരു സുഖമില്ല, ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോവാണ്, എനിക്കൊരു റിലാക്സേഷന് വേണ്ടിയാണ്, പിന്നെ ലയം ഞാൻ തമ്മിൽ ബ്രേക്കപ്പ് ചെയ്തു എന്നൊക്കെ ലില്ലി ബൈസിയറാനോട് പറയുമ്പോൾ ബൈസിയറാൻ ഞെട്ടിയിട്ട്, എന്തിനാ നിങ്ങൾ ബ്രേക്കപ്പ് ചെയ്തേ, നീ അല്ലാതെ പറഞ്ഞതല്ലേ സത്യം എന്താന്നൊക്കെ, ലയൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് എനിക്ക് മനസ്സിലായില്ലേ, എല്ലാം ചെയ്തത് ചിങ്ങിയാനല്ലേ, അവൻ ചെയ്ത തെറ്റിനെ ലയ അതിനുള്ള മറുപടി മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അവൻ്റെ ഭാഗത്ത് ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, പിന്നെ നീ എന്തിനാ ലയനെ വെറുതെ ബ്രേക്കപ്പ് ചെയ്യാൻ പോയെന്ന് പറയുമ്പോൾ ലില്ലി പറയാണ്, എൻ്റെ പിന്നാലെ ഒരു പെർവെർട്ടിനെ പോലെ, ഒരു സംശയ രോഗിനെ പോലെയല്ല അവൻ നടത്തിയിരുന്നത്, എൻ്റെ പിന്നാലെ ആരൊക്കെ വരുന്നു, ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്ന് അവനിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ഞാൻ ഇതൊക്കെ സഹിക്കണോ, എനിക്ക് എൻ്റെ ജീവിതകാലം മുഴുവൻ ഒരു സംശയ രോഗിയുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല, എനിക്ക് അവനെ ഇഷ്ടമല്ല, ഞാൻ അവനെ വെറുക്കുന്നു എന്ന് പറഞ്ഞ് ലില്ലി ഇങ്ങനെ പറയുമ്പോൾ സിയാറാം ഭയങ്കര ക്ഷമയോട് കൂടിയിട്ട് ലില്ലിനോട് ചോദിക്കുകയാണ്, ലില്ലി നിനക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ, എന്താ ശരിക്കും കാര്യം, എന്നോട് എന്തെങ്കിലും ഉണ്ടോ തുറന്ന് പറ എന്ന് പറയുമ്പോൾ ലില്ലി പറയണം, ഒരു കാര്യമില്ല, ഇതെന്നെ കാര്യം എന്ന് പറയുന്നു. അവിടെ സീൻ കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് ലയൻ ഇങ്ങനെയും കുട്ടി ലയൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾ അവിടെ ഒക്കെ നോക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ വന്നതെന്ന് വെച്ചാൽ ലയനോട് മാപ്പ് പറയാനായിരുന്നു, നിങ്ങൾ ലയൻ സോഫയിലിരുന്നിട്ട് നിങ്ങൾ ഭയങ്കര വിഷമത്തോടുകൂടി ലയനോട് പറയാണ്, ഞാൻ ഇത്ര നാളും നിൻ്റെ കൂടെ ഉണ്ടായപ്പോൾ നിൻ്റെ കൂടെ ഉണ്ടാവുന്ന ടൈമിലൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് കുറേ കാലം കഴിയുമ്പോൾ എനിക്കും നിന്നെ ഇഷ്ടമുള്ള പോലെ ഇഷ്ടമാവുന്ന, പക്ഷേ ലില്ലി അവിടേക്ക് വന്നു നിൻ്റെ ഹൃദയത്തിൽ അവൾക്ക് മാത്രമേ സ്ഥാനം പിടിക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ ലില്ലിനെ കണ്ടിട്ടുണ്ടായിരുന്നു, നിനക്കുള്ള ഇഷ്ടം പോലെ തന്നെയാണോ അവളുടെ ഇഷ്ടം എന്നറിയാൻ, അപ്പം എനിക്ക് മനസ്സിലായി ലില്ലിക്ക് നിന്നെയും ഭയങ്കര ഇഷ്ടമാണ്, ഇനി ഞാൻ എന്തായാലും നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവില്ല, നിങ്ങൾ ഞാൻ സന്തോഷത്തോടുകൂടി അനുഗ്രഹിക്കുക എന്നൊക്കെ പറയുന്നു. അത് കേട്ടിട്ടില്ലായും നിന്നെ ഞാൻ എൻ്റെ ഒരു നല്ല സിസ്റ്ററായിട്ട് കണ്ടേക്കണേ, എനിക്ക് ജീവിതത്തിൽ ഏറ്റവും വിശ്വാസമുള്ള സിസ്റ്ററും നീ തന്നെ, നീ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം എന്നാൽ എൻ്റെ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ അവിടെ ചിന്നിയാ ലില്ലിക്ക് കൊടുത്ത ആ ഗിഫ്റ്റ് ഇല്ലേ അത് കാണുന്നത്. അത് കണ്ടിട്ട് നിങ്ങൾ അതിൻ്റെ അടുത്തേക്ക് പോയിട്ട് ലയനോട് പറയണല്ലേ, ഇത് നീ എപ്പോഴാണ് വാങ്ങിയ, ഇത് ഓസ്ട്രേലിയൻ സ്റ്റൈലിൽ പണിയേക്കണ ഒരു ബിംബ, ഇത് ഞാൻ വാങ്ങിയിട്ടുണ്ട്, പക്ഷേ ഇതിലുള്ള ഈ എക്സ്ട്രാ ഫിറ്റിംഗ് എൻ്റെ കയ്യിലില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ അതിൽ എക്സ്ട്രാ ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു മുത്ത് പോലത്തെ ഒരു സാധനം അങ്ങനെ തൊട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നിയിട്ട് ലേക്ക് അത് നീട്ടിയിട്ട് ഇതാരാ നിനക്ക് തന്നേ എന്ന് ചോദിക്കുമ്പോൾ ലേ പറയാണ്, ഇത് ലില്ലിക്ക് ചിങ്ങാൻ കൊടുത്തതാണ് ഗിഫ്റ്റായിട്ട്, ഇതിനെന്താ കുഴപ്പമെന്ന് പറഞ്ഞ് ആ ബിംബത്തിൻ്റെ ഉള്ളിലേക്ക് കൈയിട്ട് നോക്കുമ്പോഴാണ് ലേക്ക് അതിൽ നിന്ന് ക്യാമറയിൽ സൗണ്ട് റെക്കോർഡ് ചെയ്യാനുള്ള ഐറ്റംസൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ അവൻ ഫിറ്റ് ചെയ്തേക്കുന്നത് കണ്ടത്. അത് കണ്ടിട്ട് നിങ് വരെ ഞെട്ടിപ്പോയി, ചിങ്ങാൻ ഇങ്ങനെ ചെയ്യുന്ന ആളാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് നിങ്ങും പറയുന്നുണ്ട്. അപ്പോഴല്ലേ ആ വീഡിയോ അവൻ്റെ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്ത് അതിലെന്തൊക്കെ ഉണ്ടെന്ന് നോക്കുമ്പോഴാണ് സാൻ അവിടെ വന്നതും പറഞ്ഞതും എല്ലാം ആദ്യം റെക്കോർഡായി കിടക്കുന്നത് കാണുന്നത്. അത് കണ്ടിട്ട് ലേക്ക് എന്തോ ഒക്കെ ഡൗട്ട് തോന്നിയിട്ട് ലില്ലി ഇപ്പം ഇങ്ങനെ പറയാനുള്ള കാരണവും ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാവും എന്നൊക്കെ ലേക്ക് ഡൗട്ട് തോന്നുന്നു. പിറ്റേ ദിവസം 2 മണി ആവാനായെന്നാണ് തോന്നുന്നത്. ലില്ലി പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് പുറത്തിങ്ങനെ വന്ന് നിൽക്കുമ്പോഴാണ് ചെങ്ങിയാൻ അവളെ വെയിറ്റ് ചെയ്ത് കാറും കൊണ്ട് അവിടെ നിൽക്കുന്നത് കാണുന്നത്. ലില്ലി ഭയങ്കര വിഷമത്തോടു കൂടിയാണെങ്കിലും ചിങ്ങിയാൻ്റെ അടുത്തേക്ക് നടന്നു നീങ്ങി അവൻ്റെ അടുത്ത് എത്തിയ ആ ടൈമിൽ തന്നെ ചിങ്ങിയാൻ അവളുടെ പെട്ടി പിടിച്ചിട്ട് ഞാൻ എടുക്കാം എന്നുള്ള അർത്ഥത്തിൽ പിടിച്ച് വലിക്കുന്നുണ്ടെങ്കിലും ലില്ലി ആ പെട്ടി കൊടുക്കുന്നില്ല. എന്നിട്ട് ചിങ്ങിയാൻ അവളുടെ മുഖത്ത് നോക്കിയിട്ട് എന്നാൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് ലില്ലിക്ക് ഒരു ബോധം വരുന്നത്. അപ്പം തന്നെ ലില്ലി പെട്ടി വിട്ടു കൊടുക്കും. ചിങ്ങിയാനാണെങ്കിൽ ആ പെട്ടി എടുത്ത് വേഗം കാറിൻ്റെ ഡിക്കിലോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ലില്ലി കയറാൻ നിൽക്കുമ്പോഴാണ് അവൾക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. അത് തുറന്ന് നോക്കുമ്പോൾ അത് ബൈസിയറാമിൻ്റെ ലൈവ് പ്രോഗ്രാമായിരുന്നു. ബൈസിയറാം ലൈവ് വന്നേക്കായിരുന്നു. ലില്ലി അപ്പം തന്നെ പേടിച്ചിട്ട് ചിങ്ങിയാനോട്, നീ ആ വീഡിയോ പുറത്ത് വിട്ടോ, ഇപ്പം ലൈവിൽ വന്നേക്കണം, നീ അതെന്തായാലും ചെയ്തോ ചിങ്ങിയാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിങ്ങിയാൻ പറയാണ്, ഞാനൊന്നും ചെയ്തിട്ടില്ല, നീ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിച്ചിട്ട് ലില്ലിയുടെ ഫോണിലേക്ക് ബൈസിയറാമിൻ്റെ ലൈവ് ഓൺ ചെയ്ത് നോക്കുമ്പോഴാണ് സിയാറാം എല്ലാ സത്യവും മീഡിയയുടെ മുന്നിൽ തുറന്നു പറഞ്ഞിരുന്നു. അതായത് സിയാറാം പറഞ്ഞിരുന്നത്, എനിക്ക് കുറച്ച് മാസങ്ങൾ മുൻപ് ഒരു ആക്സിഡൻറ്റ് പറ്റിയിരുന്നു, അപ്പോൾ എനിക്ക് പകരം എൻ്റെ സിസ്റ്ററാണ് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നത്. അവൾ ഭംഗിയായിട്ട് ദ ജേർണി ഓഫ് ദി യൂത്ത് എന്ന് പറഞ്ഞ ഫിലിമിൻ്റെ എല്ലാ പ്രൊഡക്ഷൻ പ്രൊസീജിയേഴ്സും ഓക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഗ്ലോബൽ പിക്ചേഴ്സിനോട് എല്ലാ സത്യം തുറന്നു പറയാണ്, കാരണം ഞാനിപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയായിട്ട് ഇപ്പം തിരിച്ചു വന്നു. അന്ന് ഞാൻ ഗ്ലോബൽ പിക്ചേഴ്സിനായിട്ട് സൈൻ ചെയ്ത കോൺട്രാക്റ്റ് ഫൗളാണെന്ന് എനിക്കറിയാം, അത് ക്ഷമിക്കാനായിട്ട് ഗ്ലോബൽ പിക്ചേഴ്സ് ഇപ്പോൾ തയ്യാറാണ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ലൈവായിട്ട് തന്നെ ഗ്ലോബൽ പിക്ചേഴ്സായിട്ട് വേറൊരു കരാറിൽ ഒപ്പിടാന്ന് പറഞ്ഞു ഗ്ലോബൽ പിക്ചേഴ്സിൻ്റെ സിഇഒയും ബൈസിയറാൻ്റെ അപ്പുറത്തെ ലൈവിൽ തന്നെ വന്നിരുന്നിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും കോൺട്രാക്റ്റിൽ ഒപ്പിട്ട് ഇപ്പോൾ യഥാർത്ഥ എഗ്രിമെൻറ്റ് അവർക്ക് തമ്മിൽ ഉണ്ടായേക്കാണ്. ഇത് കണ്ടിട്ടില്ലേ ഭയങ്കര സന്തോഷത്തിൽ ചിങ്ങിയാനോട്, ഇനിയിപ്പോൾ നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ചിങ്ങിയാൻ പറയാണ്, ഒരിക്കലും ഞാൻ നിന്നെ വിഷമിപ്പിക്കാനായിട്ടൊന്നും ചെയ്തിട്ടില്ല,
നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാനെല്ലാം ചെയ്തതെന്ന് പറയുന്നു. പിന്നെ അവിടെ സീൻ കട്ട് ചെയ്ത് ലെമൺ കമ്പനിയിലെ എല്ലാ വർക്കേഴ്സും ഇത് കേട്ട് ആകെ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. എല്ലാ വർക്കേഴ്സിൻ്റെ ഇടയിൽ ഒരു ടോക്കുണ്ട്. അയ്യോ, അതപ്പം വൈസിഹറാൻ്റെ സിസ്റ്ററായിരുന്നു. വെറുതെ അല്ല രണ്ടുപേരുടെ സ്വഭാവം രണ്ടായിട്ടിരിക്കുന്നത്. ഭയങ്കര അത്ഭുതമായിരിക്കുന്നു എന്നൊക്കെ ഇവർ പറയുന്ന വർത്താനം കേട്ടിട്ട് സാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സാൻ ഭയങ്കര അഭിമാനത്തിൽ പറയാണ്, നിങ്ങളെല്ലാം എപ്പോഴും അറിയണുള്ളൂ, ഞാനിത് എപ്പോഴേ അറിഞ്ഞെന്നറിയോ നിങ്ങൾക്ക്? ഞാൻ ഭയങ്കര സംഭവം, ഞാനിവിടുത്തെ വലിയ ആളായതുകൊണ്ട് ഞാനെല്ലാം അറിഞ്ഞിരുന്നു എന്നൊക്കെ പറയുന്നു. അത് കേട്ടിട്ട് എല്ലാ വർക്കേഴ്സ് അത്ഭുതപ്പെട്ടിട്ട്, സാൻ നിങ്ങൾക്കെല്ലാം അറിഞ്ഞിരുന്നോ? നിങ്ങളെന്നാലും ഭയങ്കര സംഭവം, ആരറിയാത്ത കാര്യം നിങ്ങളോട് ആരാ പറഞ്ഞേ എന്നൊക്കെ ചോദിക്കുമ്പോൾ സാൻ പറയാണ്, ആരും പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഇതൊക്കെ ഞാൻ എൻ്റെ സ്വയം ബുദ്ധി കൊണ്ട് കണ്ടുപിടിച്ചതാണ്. പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയോ, വൈസിഹറാൻ്റെ ഇപ്പുറത്തെ ലവർ ആരാന്ന്? അതും എനിക്കറിയാം എന്ന് സാൻ പറഞ്ഞു നിർത്തിയതും എല്ലാ വർക്കേഴ്സും സാൻ്റെ ചുറ്റും കൂടിയിട്ട് ആരാന്ന് പറയാന്ന് കൂട്ടം കൂടി ചോദിക്കുന്നുണ്ടെങ്കിലും സാൻ പറയണം, എനിക്കൊരു ട്രീറ്റ്. അപ്പം ഞാൻ ആലോചിക്കാൻ പറയണോ വേണ്ടേന്ന്. അവിടുത്തെ സീൻ കട്ടായി പിന്നെ കാണിക്കുന്നത് ചിങ്കിയാണ് ലില്ലിനെയാണ്. അവരങ്ങനെ വർത്താനം പറഞ്ഞിരിക്കല്ലേ. അതിൻ്റെ ഇടയിൽ ചിങ്ങിയാൻ പറയുന്നുണ്ട്, പ്ലീസ് ലില്ലിയാണ്, നിന്നെ എനിക്ക് ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടമുള്ള കാരണമാണ്. നീ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. നീ എൻ്റെ ഒപ്പം വരണം, നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ ഒരു ചാൻസെങ്കിലും എനിക്കുണ്ടായിരുന്നാൽ ഞാൻ നിന്നെ ഇപ്പം കൂട്ടിക്കൊണ്ടുപോയാനെന്നൊക്കെ പറയുമ്പോഴാണ് നമ്മുടെ ഹീറോ ലേ അവിടേക്ക് വരുന്നത്. ലേ വന്നിട്ട് ഭയങ്കര സൗണ്ടിൽ പറയാണ്, നിനക്ക് ലില്ലിനെ കൂട്ടിക്കൊണ്ടുപോകാൻ ഒരു ചാൻസും ഇല്ല, കാരണം ലില്ലി അവൾ എൻ്റേത് മാത്രം എന്ന് പറയുന്നത് കേട്ടിട്ട് ലില്ലി ആ ശബ്ദം വന്ന സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോഴാണ് ലില്ലി ലേ അവിടെ നിൽക്കുന്നത് കാണുന്നത്. ലേനെ കണ്ടതും ലില്ലി ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് സോറി എന്ന് പറയുന്നുണ്ട്. ഇത് കണ്ട് കുശുമ്പായിട്ട് സാന് ലില്ലിയുടെ പെട്ടി താഴെ വെച്ച് അവിടെ നിന്ന് കാറും എടുത്ത് പോകുന്നു. ലേ ആണെന്ന് വെച്ചാൽ ലില്ലിനെ നോക്കിയിട്ട്, നീ എന്നോട് പറയാണ്ട് ഓസ്ട്രേലിയയിൽ പോയാൽ നിൽക്കായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ലില്ലി പറയാണ്, അത് നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയല്ലേ, അല്ലാണ്ട് നിന്നെ വിട്ടു പോകാൻ എനിക്ക് ഇഷ്ടമൊന്നുമില്ല എന്ന് പറയുന്നു. ലില്ലിയുടെ കവിൾ രണ്ട് മുറുക്കെ പിടിച്ചിട്ട്, നിൻ്റെ പ്രൊട്ടക്ഷൻ അല്ല എനിക്ക് വേണ്ടേ, നിന്നെ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞ് ലില്ലിനെ എടുത്ത് അവിടെ നിന്ന് നടന്നു പോകുന്നു. ഇവിടെ വെച്ചിട്ട് നമ്മുടെ നഗ്നം പട്ടി യുവിൻ്റെ ഫുൾ എപ്പിസോഡ് കഴിഞ്ഞേക്കാണ്. ഇനി ഞാൻ അടുത്ത ഡ്രാമ ഏതാ അപ്ലോഡ് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ അത് സർപ്രൈസ്. അപ്പോൾ എല്ലാവരും നെക്സ്റ്റ് വീഡിയോ വരണവർക്കും വെയിറ്റ് ചെയ്യാം. താങ്ക് യു.